ഞാൻ 3 യാത്രകളാണ് നടത്തിയത്. അങ്ങനെയാണ് ഈ 1800 കിലോമീറ്റർ വരുന്നത്. അച്ഛൻ തന്നെ പല പ്രാവശ്യം അച്ഛൻ്റെ ഇടവക്കാരെയും അച്ഛൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി എൻ്റെ കൂടെ യാത്രയ്ക്ക് വിടാൻ വേണ്ടി അച്ഛൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്കിത് ഒറ്റയ്ക്ക് പോകണമെന്നായിരുന്നു. അപ്പം ഞാൻ തന്നെ അവിടെ പഠിക്കാൻ വന്നത് പലരും വിചാരിച്ചു ഞാൻ ഈ പൗരോഹിത്യ വൃത്തി ഉപേക്ഷിച്ച് പോവുകയാണ്, അതിന് ഭാഗമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്, എൻ്റെ പൗരോഹിത്യ യാത്ര എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നു. തുടങ്ങുന്നതിൻ്റെ തലേദിവസം തന്നെ വിചാരിച്ച് എന്നോട് മെസ്സേജ് അയച്ചു, ഇന്നലെ യാത്ര തുടങ്ങിയ ഒരാൾ അറ്റാക്ക് ചെയ്ത് മരിച്ചു, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ യാത്ര തുടങ്ങിയ അന്ന് മുതൽ പപ്പ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും. ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് തമാശയായിട്ട് പറയുന്നത് പലരും ഡിവോഴ്സ് ആകുന്ന യാത്രക്കിടയ്ക്കാണ്. ഞാൻ പുള്ളിക്കാരത്തിൽ പറഞ്ഞു, ഞാൻ ഇന്നലെ സംസാരിച്ച് പറയുന്നത് ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞാൽ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നു, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ യാത്രയുടെ സകല പരിശുദ്ധി നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. ക്രൈസ്തവ സഭയിൽ ഒരുപാട് തീർത്ഥാടനങ്ങളുണ്ട്. നാം എല്ലാവരും ഒരുപാട് തീർത്ഥാടനം നടത്തിയിട്ടുള്ളവരാണ്. നോമ്പ് കാലത്ത് മലയാറ്റൂരിലേക്കൊക്കെ നമ്മൾ നടന്നൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. എന്നാൽ സ്പെയിനിലെ സാന്ത്യാഗോയിലേക്ക് 1800 കിലോമീറ്റർ കാൽനടയായി തീർത്ഥാടനം നടത്തിയ ഒരു മലയാളി യുവ വൈദികൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ പേരും ഒന്ന് നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോർജ് നിലഞ്ഞിക്കൽ. ഞാൻ ചങ്ങനാശ്ശേരി അതുരാംഗമാണ്. ഞാനിപ്പോൾ വൈദികനായിട്ട് 2013 ജനുവരിയിലാണ്. ഇപ്പോൾ 12 വർഷങ്ങളാവുന്നു. എൻ്റെ സ്വദേശം അയർക്കുന്നമാണ്, ചങ്ങനാശ്ശേരി ഉദയിലെ. ഞാനിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ലുഗാനോയിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മീഡിയയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവസാനിക്കാറാവുന്നു. അതുപോലെ തന്നെ മിലാൻ ഡയസിസിൽ എനിക്ക് 4 പള്ളികൾ കൂടെ ഉണ്ട്. അപ്പം ഞാൻ താമസിക്കുന്ന ഇറ്റലിയിലാണ്, മിലാൻ ഡയസിസിലാണ്, യൂണിവേഴ്സിറ്റി സ്വിറ്റ്സർലൻഡിലുമാണ്. അപ്പം അങ്ങനെ പഠനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഏറെ അതിശയിപ്പിച്ചൊരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞിടയ്ക്കാണ് യാദൃശ്ചികം അറിഞ്ഞത്, 1800 കിലോമീറ്ററോളം നമ്മുടെ സ്പെയിനിലുള്ള വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ബസിലിക്കയിലേക്ക്, ശവകുടീരം ഉൾപ്പെടുന്ന ബസിലിക്കയിലേക്ക് അച്ഛൻ നടത്തിയ കാൽനട തീർത്ഥാടനം, അതൊരു മലയാളി വൈദികനെ നടത്തി എന്നത് വേറെ ആശ്ചര്യം തോന്നി. എന്തായിരുന്നു അച്ഛാ ആ ഒരു യാത്രയെക്കുറിച്ച് അച്ഛന് പറയാം? എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ ചെയ്യാൻ തോന്നിയത്? അതിന് ഞാൻ 3 യാത്രകളാണ് നടത്തിയത്. അങ്ങനെയാണ് ഈ 1800 കിലോമീറ്റർ വരുന്നത്. ആദ്യത്തെ യാത്ര 942 കിലോമീറ്റർ ആയിരുന്നു. രണ്ടാമത്തേത് 840 കിലോമീറ്റർ മിച്ചം. മൂന്നാമത്തേത് 120 കിലോമീറ്റർ മിച്ചം. അങ്ങനെയാണ് ഈ 1800 കിലോമീറ്റർ വരുന്നത്. അപ്പോൾ ഈ യാത്ര നടത്താനുണ്ടായിരുന്ന കാരണമെന്ന് പറയുന്നത്, ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ റോമിലാണ് പഠിച്ചത്, തിയോളജി പഠിക്കുന്ന അവിടെയാണ്. അപ്പോൾ അന്ന് പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ സെമിനാരിലുണ്ടായിരുന്ന സെമിനാരിക് ബ്രദേഴ്സ് ഈ ഇങ്ങനെ സന്ധ്യാവയ്ക്ക് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവധിക്കാലങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ നിന്ന് ഇടവക്കാരൊക്കെ ഇങ്ങനെ സന്ധ്യാവയ്ക്ക് പോകുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോകുന്നു, ഒരാഴ്ച അല്ലെ 1 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് കത്തോലിക്ക സഭയിൽ 3 തീർത്ഥാടനങ്ങളുണ്ട് വളരെ ആഘോഷമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ജെറുസലേമിലേക്കുള്ളതാണ്. പക്ഷേ അവിടെ യുദ്ധവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാൽനടയായിട്ട് അങ്ങോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട്. എന്നാലും ഇപ്പോൾ പോകുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ നെറ്റിലൊക്കെ കാണാം. 2000-3000 കിലോമീറ്ററൊക്കെ താണ്ടി യൂറോപ്പിൽ നിന്നൊക്കെ ഇപ്പോഴും പോകുന്നവരുണ്ട്. പക്ഷേ വളരെ റിസ്ക്കാണത്. രണ്ടാമത്തേത് ഫ്രാൻസിസ് അസീസി മാർപ്പാപ്പയെ കാണാൻ വന്നതിൻ്റെ അസീസിയിൽ നിന്നും റോമിലേക്ക് വന്നതിൻ്റെ ഒരു തീർത്ഥാടനമുണ്ട്. മൂന്നാമത്തേത് ഈ സാന്ത്യാഗോയിലേക്ക് വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുശേഷിപ്പുകളുള്ള, അല്ലെങ്കിൽ കബറിടത്തോട് ചേർന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള സാന്ത്യാഗോയിലേക്ക്. പിന്നെ രണ്ടാമത്തേത് ഈ കത്തോലിക്ക സഭയിൽ ഞാൻ പറഞ്ഞല്ലോ 3 തീർത്ഥാടനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, മെയിനായിട്ടുള്ളത്. മറ്റ് പലതും ചെറുതുകളൊക്കെ പലതുണ്ട്. അപ്പോൾ ഇതിൽ 3 ശിഷ്യന്മാരുടെ, ഈശോയുടെ ശിഷ്യന്മാരുടെ 3 പേരുടെ ടോംബിൻ്റെ മുകളിലാണ് ബസിലിക്കകളുള്ളത്. അപ്പോൾ ഒന്ന് പത്രോസിൻ്റെ റോമിലേത്, രണ്ടാമത്തേത് വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ സാന്ത്യാഗോയിലേക്ക്, അപ്പോൾ മൂന്നാമത്തേത് മൈലാപ്പൂരിൽ വിശുദ്ധ തോമാസ് സ്ലീഹായുടെ. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് എനിക്ക് കാരണം ഈ ചെറുപ്പം തൊട്ട് എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ പപ്പയും മമ്മിയും ചെറുപ്പത്തിൽ ഒത്തിരി യാത്രകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ യാത്രകൾ, പിന്നെ അവിടെ പഠിക്കാൻ പോയ സമയത്തൊക്കെ ഇങ്ങനെ യാത്രകൾ ഇഷ്ടമായിരുന്നുകൊണ്ട് ഇത് കൊള്ളാമല്ലോ എന്നുള്ള വിചാരത്താലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ പൗലോ കൊയ്ലോ രചനകളെല്ലാം ആരംഭിക്കുന്നത് ഈ സാന്ത്യാഗോയിലേക്കുള്ള ഈ തീർത്ഥയാത്രയ്ക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെ പുള്ളി ആദ്യം എഴുതിയ തീർത്ഥയാത്രയ്ക്ക് പോയതിന് ശേഷം എഴുതിയ ഡയറിയാണ് പിൽഗ്രിമേജ് എന്ന് പറയുന്ന ഡയറി എഴുതി. അതിനുശേഷമാണ് പിന്നെ ഈ ആൽക്കമിസ്റ്റൊക്കെ പുള്ളി എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ രസകരമായ ഒത്തിരി ചിന്തകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കും ആഗ്രഹം തുടങ്ങി, ഈ പോണമല്ലോ തോന്നി തുടങ്ങി. പക്ഷേ സാഹചര്യങ്ങളൊന്നും ശരിയായില്ല. പഠിത്തം കഴിഞ്ഞ് പുത്തൻ കുർബാനയ്ക്കായിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു. അതിനുശേഷം ഞാൻ 2 വർഷം കഴിഞ്ഞ് തിരിച്ച് പിന്നെയും പഠിത്തത്തിനായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളായിരുന്നു. ആ സമയത്ത് ഒത്തിരി മെലിഞ്ഞിട്ടായിരുന്നു.
അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹം പറയുമ്പോൾ വികാരിച്ചൻ സമ്മതിക്കത്തില്ല. വികാരിച്ചൻ പറയും നീ ഒറ്റയ്ക്ക് പോയാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ അച്ഛൻ ഒരു പൈതൃക വാത്സല്യത്തോടെ അച്ഛൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാനത് വളരെ ബുദ്ധിമുട്ടാണ് വിഷമത്തോടെ നേരിട്ടെങ്കിലും അച്ഛൻ പിന്നീട് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. അച്ഛൻ തന്നെ പല പ്രാവശ്യം അച്ഛൻ്റെ ഇടവക്കാരെയും അച്ഛൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി എൻ്റെ കൂടെ യാത്രയ്ക്ക് വിടാൻ വേണ്ടി അച്ഛൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്കിത് ഒറ്റയ്ക്ക് പോകണമെന്നായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പോകണം എന്നുള്ളതിൻ്റെ കാരണം ഒന്നാമത്തേത് ഞാൻ ആ സമയത്ത് 7 വർഷം അച്ഛനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഈ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകളും മാത്രമല്ല ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ ഞാൻ മാത്രമാണ് അച്ഛനായിട്ടുള്ളത്. ബാക്കി എല്ലാവരും നമ്മൾ ഈ സാറിന് കോളേജ് ലൈഫിൽ പഠിക്കുന്ന പിള്ളേർ പഠിക്കുന്ന പോലെ അങ്ങനെ വളരെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. അപ്പം ഞാൻ തന്നെ അവിടെ പഠിക്കാൻ വന്നത് പലരും വിചാരിച്ചു ഞാൻ ഈ പൗരോഹിത്യ വൃത്തി ഉപേക്ഷിച്ച് പോവുകയാണ്, അതിന് ഭാഗമായിട്ട് പഠിക്കാൻ വരുന്നതാണ്. അപ്പം എനിക്ക് തന്നെ തോന്നി ഈ പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് പൂർത്തിയാക്കാൻ സാധിക്കുമോ, എൻ്റെ പൗരോഹിത്യ യാത്ര എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, അങ്ങനെ അപ്പം ഇനി സാന്ത്യാഗോ നടത്തിക്കളയാം. അപ്പോൾ അതെനിക്ക് പൂർണ്ണമായിട്ടും നടന്ന് അവിടെ വരെ ചെല്ലാൻ പറ്റുവാണെങ്കിൽ എനിക്ക് എൻ്റെ പൗരോഹിത്യവും അവസാനം വരെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് ആദ്യം എനിക്കുണ്ടായത്. അപ്പം അങ്ങനെ ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി. അപ്പോൾ ഒരുങ്ങുമ്പോൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരീരം ഭയങ്കര ക്ഷീണിച്ച ശരീരമായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പള്ളിക്കടുത്തൊരു ലേക്കുണ്ട്, അത് ഏതാണ്ട് 30 കിലോമീറ്ററോളം ചുറ്റളവുണ്ട്. അപ്പം ഞാൻ ആഴ്ചയിൽ 3 ദിവസം വെച്ച് മിനിമം 3 ദിവസമൊക്കെ വെച്ച് രാവിലെ ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അവിടെ ലേക്ക് ചെന്ന് വണ്ടി ഇട്ടിട്ട് എന്നിട്ട് ഞാൻ ഈ ലേക്ക് മൊത്തം കറങ്ങും. അപ്പം സാധാരണ ഈ യാത്രയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേ അതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത് ഒരു സാധാരണ ശരീരപ്രകൃതമുള്ള ഒരാൾക്ക് 4 മുതൽ 6 കിലോമീറ്റർ വരെ ഒരു മണിക്കൂറിൽ നടക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ലേക്ക് 6 മണിക്കൂർ കൊണ്ട് 6 മണിക്കൂർ കൊണ്ട് നടക്കും. അപ്പോൾ 3 മണിക്ക് രാവിലെ 3:30 തുടങ്ങിയാൽ 8:30 8:45 കഴിയുമ്പോൾ കഴിയും. വണ്ടി ഓടിച്ച് വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്ത് യൂണിവേഴ്സിറ്റി പോകും. അപ്പോൾ അങ്ങനെ 3 മാസത്തോളം പ്രാക്ടീസ് എടുത്തതിനൊപ്പം തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഒരു കുമ്പസാരക്കാരൻ അച്ഛനെ കണ്ടെത്തി ആത്മീയമായിട്ട് ഒരുങ്ങി. കാരണം എനിക്ക് തന്നെ മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന കേസല്ല എന്ന് മനസ്സിലായി. മാത്രമല്ല യൂട്യൂബിൽ നോക്കിയാൽ അറിയാം ഒത്തിരി വീഡിയോസ് കിടപ്പുണ്ട് ഇതിനെക്കുറിച്ച്, ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഈ യാത്രയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഈ യാത്രയ്ക്ക് എന്ത് ആൽക്കെമിസ്റ്റ് പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് അന്വേഷിക്കുന്നു അത് പ്രകൃതി പോലും നിനക്ക് തരുമെന്ന് പറയുന്ന പോലെയാണ് ഈ യാത്രയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാവുന്നത്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ എൻ്റെ ഇടവകയിൽ തന്നെ ഉള്ളവർ തന്നെ പണ്ട് കാലത്ത് അവിടെ നടന്നു പോയവരുണ്ട്. അപ്പോൾ അവരവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു, അവരെഴുതിയ പുസ്തകങ്ങൾ എനിക്ക് തന്നു. അപ്പോൾ ഒത്തിരി പേര് എന്നെ സഹായിക്കുന്ന പോലെ എനിക്ക് തോന്നി, നീ പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം യാത്രയ്ക്ക് തയ്യാറെടുത്തു. അപ്പോൾ ആദ്യത്തെ യാത്ര ജൂൺ 25-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. അച്ഛാ, ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ആശ്ചര്യം തോന്നുന്നുണ്ട്. 980 കിലോമീറ്റർ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എൻ്റെ പിന്നിൽ? ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഒരുക്കങ്ങളാണ്. ഒന്നാമത്തെ ആത്മീയമായിട്ടുള്ള ഒരുക്കം. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, വികാരിച്ചനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അവിടുത്തെ വികാരിച്ചൻ നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ആത്മീയമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. എനിക്ക് കുമ്പസാരക്കാരനൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 മാസത്തെ കാലത്തേക്ക് ഞാൻ ഇതിനു വേണ്ടി തന്നെ അച്ഛനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നുള്ളത് ശാരീരികമായ ഒരുക്കമാണ്. ശാരീരികമായ ഒരുക്കം ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ലേക്ക് നടന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. രണ്ടാമത്തേത് നമ്മൾ 1 മാസത്തോളം എടുക്കുന്ന യാത്രയാണ്. 900 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം വെച്ച് പെർ ഡേ 30 കിലോമീറ്റർ നടന്നാലേ 30 ദിവസം കൊണ്ട് 900 കിലോമീറ്റർ എത്തത്തുള്ളൂ. അപ്പോൾ 30 കിലോമീറ്റർ നടക്കണമെങ്കിൽ നമുക്ക് ലെസ് ലഗേജ് ഈസ് മോർ കംഫർട്ടബിൾ എന്നാണ്. അപ്പം കുറച്ച് ലഗേജ് ആകാവുള്ളൂ. അപ്പം ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ പഠനങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഒരാളുടെ ശരീര വെയ്റ്റിൻ്റെ 10%, 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 7 കിലോയെ ഉണ്ടാകാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ബാഗ്, വെള്ളം, തുണി, ഡ്രസ്സുകൾ 2 ജോഡിയേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ പുത്തൻ കുർബാന അച്ഛനായതുകൊണ്ട് തന്നെ പുത്തൻ കുർബാനയുടെ ഊറാറ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഏത് പള്ളി എല്ലാ ദിവസവും നടന്നു കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ കുർബാന എവിടെയെങ്കിലും ചെല്ലും. അപ്പം ഞാൻ എൻ്റെ ഊറാറയിടും, പുത്തൻ കുർബാനയ്ക്ക് എടുത്ത് ഊറാറയിടും. പിന്നെ മറ്റ് തിരുവസ്ത്രങ്ങൾ മറ്റവിടുത്തേത് എടുത്തിടും. അപ്പോൾ ഊറാറയുണ്ട്, എൻ്റെ ഒരു പാൻറ്റും ഷർട്ടും പിന്നെ ഇന്നർ വെയേഴ്സും പിന്നെ ടവലും, ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഒരു മുണ്ടുമുണ്ട്. അപ്പോൾ മുണ്ട് എനിക്ക് പല ഉപയോഗമാണ്. ഒന്നെനിക്ക് രാത്രി പുതയ്ക്കാം, 2 എനിക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ അത് വിരിച്ചിട്ട് കിടക്കാം, 3-ാമത്തേത് വേണമെങ്കിൽ ആവശ്യത്തിന് മുണ്ടുടുക്കാം. അങ്ങനെ പല ഉപയോഗമുണ്ട്. അപ്പം അങ്ങനെ തോർത്താണെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ നാട്ടിലെ തോർത്ത്. ഓക്കെ, അപ്പം അങ്ങനെ 7 കിലോ ചുരുക്കി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രക്കിടയ്ക്ക് നമുക്കറിയാം, യാത്ര പോകുന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള വഴികളിൽ ഒത്തിരി പേരുടെ തീർത്ഥാടകരുടെ ടോമ്പുണ്ട്, മരിച്ചുപോയവർ.
കാരണം യാത്രയ്ക്ക് പോയതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ യാത്ര പോകുമ്പോൾ കാണാം. നമ്മളിങ്ങനെ റോഡല്ല, യാത്ര പോകുന്ന റോഡല്ല, ചെറിയ തൊണ്ടും പാലവും അല്ലെ തോടും കാട് വക്കം മേട് വക്കം നടന്നാണ് നമ്മൾ പോകുന്നത്. ചെറിയ ഓടയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഡിക്കേഷൻസ് ഉണ്ട്, നമ്മൾ ഇൻഡിക്കേഷൻസ് നോക്കിയാൽ പോയാൽ മതി. ചെറിയ ഒരു യെല്ലോ ആരോ മാർക്ക് കാണും ഈ സാന്റിയാഗോയിലേക്ക് യാത്ര. മെയിൻ റോഡല്ല, നമ്മളിങ്ങനെ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കും. ചിലപ്പോൾ വഴി പോകാം. അപ്പം ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാവോ, അല്ലെങ്കിൽ തീർത്ഥാടകർ കാണും. ചില സമയത്ത് കാണത്തില്ല. ഒരു ദിവസം ഞാനൊരു 15 കിലോമീറ്റർ കാട്ടിക്കൂടെ, എനിക്കറിയത്തില്ലായിരുന്നു കാടാന്ന്, കാട്ടിക്കൂടെ തന്നെ കയറി 15 കിലോമീറ്റർ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഇത് കാടായിരുന്നു എന്നും ഇത്രയും വലിയ കാടായിരുന്നു എന്നും ഒക്കെ മനസ്സിലാകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ യാത്രയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും പേടി അപ്പം അങ്ങനെ യാത്ര ഞാൻ തുടങ്ങുന്നു. അപ്പം തുടങ്ങുന്നതിൻ്റെ തലേദിവസം തന്നെ വിചാരിച്ച് എന്നോട് മെസ്സേജ് അയച്ചു, എടാ ഇന്നലെ യാത്ര തുടങ്ങിയ ഒരാൾ അറ്റാക്ക് വന്ന് മരിച്ചു. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഈ 1600 മീറ്റർ പൊക്കമുള്ള ഒരു ഫ്രഞ്ച് പിരണി എന്ന് പറഞ്ഞൊരു മൗണ്ടൻ കയറി ഇറങ്ങണം. ആ മൗണ്ടൻ കയറി ഇറങ്ങുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരാൾ മരിച്ചു അറ്റാക്ക് വന്നിട്ട്. അങ്ങനെ ഒത്തിരി പേര് സംഭവിക്കാറുണ്ട്. അപ്പോൾ വിചാരിച്ചെന്നോട്, പക്ഷേ വിചാരിച്ചൻ പറഞ്ഞെങ്കിലും പുള്ളി എനിക്ക് ബലം തന്നു. ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വെച്ചാൽ ഞാനും പോയി. വെയിൽ ഭയങ്കരമായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കും, നമ്മൾ വഴിയുടെ ഓടയിലൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മുട്ടോളം പൊക്കമുള്ള ചെടിയുടെ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ച് 1/2 ലിറ്റർ വെള്ളമേ കാണത്തുള്ളൂ. അപ്പം അങ്ങനെ യാത്ര തുടങ്ങി. അച്ഛാ, ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവിടുന്ന് പിതാവിൻ്റെ ഒക്കെ അനുമതി വേണമല്ലോ, അല്ലാണ്ട് അച്ഛന് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല. അത് പിതാവ് എന്താ പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ? ഞാനപ്പം സാധാരണ നമ്മൾ പുറത്ത് പഠിക്കുന്ന അച്ഛന്മാർ നമ്മളെ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്താലും പിതാവിനെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പിതാവിനെ അറിയിച്ചു. പിതാവ് ഇങ്ങനെ ഞാനൊരു അവധിക്കാലത്തൊക്കെ പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അറിയിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ചിട്ട്, പിതാവ് ഞാനിങ്ങനെ തീർത്ഥാടനത്തിന് പോവുകയാണ്. പിതാവ് ഒത്തിരി സന്തോഷത്തോടെ, നല്ല കാര്യം, തീർത്ഥാടന കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിതാവ് എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു സാന്റിയാഗോയിലേക്കാണ്, യാക്കോബിൻ്റെ ശവകുടീരത്തിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് വിചാരിച്ചു പള്ളിയിൽ നിന്ന് ഇടവക്കാരുമായിട്ടാണ് പോകുന്നത് വിചാരിച്ചു. അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 1 മാസമുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു ഓക്കെ, 1 മാസം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നടന്നാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദൂരമൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിതാവിന് മനസ്സിലായി. പിതാവ് എന്നോട് ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പിതാവിന് വിചാരം എനിക്കെന്തോ പ്രശ്നമുണ്ടായി, പൗരോഹിത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാമെന്ന് വിചാരിച്ചു. പിതാവ് ഒത്തിരി ടെൻഷനായി. അങ്ങനെ സംസാരിച്ചു. നോർമൽ അല്ല എന്ന് എന്തോ സ്വാഭാവികമായിട്ട് എന്തോ സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു പിതാവെ അങ്ങനെയൊന്നും അല്ല, ഈ യാത്ര ഇങ്ങനെയാണ്, ഈ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പിതാവിന് വളരെ സന്തോഷമായി. പിതാവ് പ്രാർത്ഥന ആശംസകൾ നേർന്നു. ഒപ്പം പിതാവ് എല്ലാ ദിവസവും എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഈ യാത്ര തുടങ്ങി എല്ലാ ദിവസവും എന്നെ വിളിക്കും, ഏതെങ്കിലും സമയത്ത് വിളിക്കും. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി, ഞാൻ കാരണം പിതാവ് ആകുലപ്പെടുന്നു. അപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ച് പറഞ്ഞു, പിതാവ് എന്നെ ഇനി വിളിക്കണ്ട, എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സെക്രട്ടറിച്ചിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എങ്കിലും ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അങ്ങനെയാണ് പിതാവിൻ്റെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ്. രണ്ടാമത്തേത് ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ പലരെ ഏൽപ്പിച്ചിരുന്നു. ഇനി വീട്ടിലൊരു തമാശ പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനെപ്പോഴും ഈ അച്ഛനായതിനു ശേഷം അച്ഛന്മാരുമായിട്ട് യാത്ര പോകും, എവിടെയെങ്കിലുമൊക്കെ മാസത്തിൽ 1 2 ഒക്കെ പോകും. അപ്പോൾ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരെല്ലാം വീട്ടുകാരെ വിളിച്ച് പറയും ഇന്നടത്ത് പോവുകയാണെന്ന് പറയും. അപ്പം നമ്മൾ വണ്ടിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പകൽ മുഴുവൻ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പപ്പയും അമ്മയും അവരെ വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ വരെയായി എപ്പോഴും എത്തി. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഒരിക്കലും പറയരുത് എവിടെ പോകുന്നതെന്ന്, നമ്മൾ അറിഞ്ഞിരുന്നാൽ മതിയല്ലോ, നമ്മൾ സേഫ് ആണല്ലോ. കാരണം അല്ലെങ്കിൽ അവർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, അത് ബുദ്ധിമുട്ടാണല്ലോ, അവർ പ്രായമായിരിക്കുന്നവരാണല്ലോ എന്ന് വെച്ച് ഞാൻ അച്ഛന്മാരോട് എപ്പോഴും പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ പപ്പയോടും മമ്മിയോടും പറഞ്ഞു, കാരണം എൻ്റെ പപ്പയും മമ്മിയും ഭയങ്കര ടെൻഷൻ അടിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. മമ്മി എന്നോട് പറഞ്ഞു, അതിനിപ്പോൾ എന്നാ കുഴപ്പം, നിനക്ക് ഇത്രയും പ്രായമുള്ള വളരെ യൗവനത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് യാത്ര പോകണം, ഈ പ്രായത്തിലല്ലോ പോകാൻ പറ്റുള്ളൂ, പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഞാൻ ഈ യാത്ര തുടങ്ങുന്ന ദിവസങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേക്കും മമ്മി പതുക്കെ പലരെ വിളിച്ച് അന്വേഷിച്ചൊക്കെ ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. ഭയങ്കര ടെൻഷനായി മമ്മി. അപ്പോൾ മമ്മി പറയണത് ഇത് പോകണോ, ഇതിങ്ങനെ എത്രയും ബുദ്ധിമുട്ടുള്ള യാത്രയാണല്ലോ എന്ന് പറഞ്ഞാൽ മമ്മി ഭയങ്കര നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഞാൻ മുമ്പോട്ട് തന്നെ ഇതിങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യാത്ര തുടങ്ങിയ ദിവസങ്ങളിൽ ഞാൻ പപ്പ എല്ലാ ദിവസവും പള്ളിയിൽ പോകത്തില്ല, പപ്പ ഞായറാഴ്ചകളിലൊക്കെ പോകുന്ന സ്വഭാവമാണ്. അപ്പോൾ യാത്ര തുടങ്ങിയ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ വിളിക്കും, ഏതെങ്കിലും സമയത്ത് വീട്ടിൽ വിളിക്കും. പപ്പ എന്ത് ചെയ്യും, പപ്പ പള്ളിയിലാണെന്ന് പറയും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ യാത്ര തുടങ്ങിയ അന്ന് മുതൽ പപ്പ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും. അപ്പോൾ അവരും അങ്ങനെ അച്ഛന്മാരെ, വീട്ടിലുള്ളവരെ, പിന്നെ അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ ഈ യാത്രയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു നിയോഗം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനിങ്ങനെ അറിയുന്നവരോടൊക്കെ പറഞ്ഞ് നിയോഗം, പലരുടെയും നിയോഗങ്ങൾ എനിക്ക് പറഞ്ഞു, അത് എനിക്ക് നിയോഗമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ ചെയ്തത് ഓരോ ദിവസവും എനിക്ക് ഓരോ വിശുദ്ധരെ ഞാൻ എഴുതി വെച്ചു. അപ്പോൾ 30 ദിവസമാണ് യാത്രയെങ്കിൽ 35 ദിവസം അവധി എനിക്കുള്ളതുകൊണ്ട് ഞാൻ 35 ദിവസവും 35 വിശുദ്ധരെ സെലക്ട് ചെയ്തു. അപ്പോൾ വിശുദ്ധർ എനിക്ക് ചെറുപ്പം മുതലേ എന്നെ സ്വാധീനിച്ചിട്ടുള്ളവരുമല്ല, ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുള്ളവരുമായിട്ടുള്ള വിശുദ്ധരെ ഓരോ ദിവസവും ഓരോ വിശുദ്ധരെ എടുത്തു.
അപ്പോൾ അവരോട് രാവിലെ, അപ്പോൾ വെളുപ്പിനെ രാവിലെ 4 മണി 5 മണിയാകുമ്പോൾ ഞാൻ യാത്ര തുടങ്ങും. എന്നിട്ട് ഒരു 8:30 വരെയൊക്കെ തന്നെയാണ് വെളുപ്പിനെ 8:30 വരെയൊക്കെ ഞാൻ തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ രാവിലെ നേരം വെളുത്ത് വരുന്നതിൻ്റെ ഒരു ശാന്തതയും രസമാണ് നടക്കാൻ. ആ സമയത്താണ് പ്രാർത്ഥിക്കുന്നത് 8:30 വരെ. കൊന്തയെല്ലും 2-3 കൊന്തയെല്ലും, പിന്നെ ഈ വിശുദ്ധനോട്, അന്നത്തെ വിശുദ്ധൻ ആരാണോ ആ വിശുദ്ധനോട് പ്രാർത്ഥിക്കും. 8:30 ആകുമ്പോൾ കാപ്പ് കുടിക്കും. ഓരോ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോഴാണ് നിർത്തുന്നത്. കാപ്പ് കുടിക്കും. പിന്നെ ഉള്ളവരെയൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ പോകും. അപ്പം ഒന്നാമത്തെ കാര്യം, യാത്രയ്ക്കിടയ്ക്ക് എനിക്ക് പേടിയുള്ള ഏക കാര്യം എന്ന് പറയുന്നത് പട്ടി എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം എൻ്റെ പ്രാർത്ഥന, എനിക്ക് വിഘ്നമായിട്ട് മുന്നിൽ പട്ടികൾ വരരുത്. കാരണം ഈ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. അപ്പം ഈ ആട്ടിടയന്മാരുടെ പട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എനിക്ക് 3 അനുഭവം ഉണ്ടായത്. ഒരു ദിവസം രാവിലെ ഞാനൊരു 6:30 ആയപ്പോൾ കൊന്തയല്ലി ഇങ്ങനെ ഒരു കുന്ന് കയറി തന്നെ ഇങ്ങനെ പോകുമ്പം ഒരു അൾസേഷനാണെന്ന് തോന്നുന്നു, ഒരു പട്ടി പെട്ടെന്നൊരു ഇടവഴിയിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കുറുകെ ചാടി. അപ്പോൾ നല്ല ഒത്തൊരു പട്ടി. അപ്പം ഞാൻ പേടിച്ചങ്ങ് നിന്നു. ആരും പുറകിലും ഇല്ല, മുന്നിലും ആരുമില്ല. വിളിച്ചു കൂവിയാൽ ആ പട്ടിയെ കേൾക്കും. പട്ടി എന്നെ കണ്ടില്ല, പട്ടി മുമ്പോട്ട് പോയി. അപ്പം ഞാൻ കൊന്തയല്ലി അവിടെ അങ്ങ് നിന്നു. കൊന്ത എല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങ് നിന്നു. അപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് കാണും, അതേ റൂട്ടിൽ തന്നെ വേറൊരു പട്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി തീർന്നു. കാരണം ഈ ആട്ടിടയന്മാരെ കാണുന്നുമില്ല. ഈ 2 പട്ടികളും എന്നെ ആക്രമിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് പേടിച്ചു. അപ്പം ഞാൻ കൊന്ത എഴുതി ഞാൻ അനങ്ങിയില്ല, ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പം പെട്ടെന്ന് ഞാൻ കാണുന്നത്, ഈ 2ാമത് വന്ന പട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഈ പട്ടി എന്തോ ഒരു സൗണ്ട് വെക്കുക, പെട്ടെന്ന് ഒരു സൗണ്ട് വെച്ചു. ഈ സൗണ്ട് വെക്കുമ്പോൾ മുന്നേ പോയ പട്ടിയും ഈ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ എന്നെ ഇങ്ങനെ, ഈ 2 പട്ടികളോട് എന്നെ ഒരുമിച്ച് നോക്കുന്നു. ഈ 2 പട്ടികളും വന്ന വഴിക്ക് തിരിച്ചങ്ങ് പോകുന്നു. 2 പട്ടികളും തിരിച്ചു പോയി. വേറൊരു ദിവസം ഞാനിങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേ ഒരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കണം അവിടെ ചെന്നിട്ട്. ആ ഗ്രാമത്തിലൂടെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു പട്ടി വീടിൻ്റെ വാതിക്കെ പട്ടി കിടക്കുന്നു. നമ്മുടെ സാധാരണമായ ഒരു വില്ലേജ് വീടുകൾ. അപ്പോൾ അതിൻ്റെ വാതിക്കെ തൊടലൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് പേടിയായി, ഇത് പട്ടി അപ്പം ആക്രമിക്കാം. പട്ടി ഉറങ്ങിക്കിടക്കുക. അപ്പോൾ എൻ്റെ മുന്നിലും തീർത്ഥാടനമുണ്ട്, പുറകിലും തീർത്ഥാടനമുണ്ട്. അപ്പം അവരെ വിളിച്ചാൽ പട്ടി കേൾക്കും. ഞാൻ അവിടെ പഴയ പോലെ തന്നെ അവിടെ നിന്നു. ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ പട്ടി അങ്ങ് ആരോ വിളിച്ചുണർത്തുന്ന പോലെ ഈ പട്ടി എഴുന്നേക്കുന്നു. എന്നിട്ട് പട്ടി ശരീരമൊക്കെ ഇളക്കി പട്ടി ആ വീട്ടിലോട്ട് കയറിപ്പോയി. ഇതൊരു 15 മിനിറ്റിനിടയ്ക്ക് ഇങ്ങനെ 3 പട്ടികൾ ഈ അതേ സമയം തന്നെ ആ വില്ലേജിലോട്ട് ഇറങ്ങിപ്പോൾ. അപ്പം അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പട്ടികൾ. അപ്പോൾ എനിക്കത് ഇതാണ്, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശക്തി കൊണ്ട്. 2ാമത്തേത് നമ്മൾ അച്ഛനാണല്ലോ. അപ്പം ഈ യാത്രക്കിടയ്ക്ക് നമുക്കറിയാം, പോകുന്ന വഴിക്ക് ഒത്തിരി പേര് കാലൊക്കെ പൊട്ടി. ഇതൊരു പൊങ്ങച്ചമായിട്ടല്ല, പക്ഷേ പൗരോഹിത്യത്തിനൊരു സാക്ഷ്യമായിട്ടാണ്. കാലൊക്കെ പൊട്ടിയ ആളുകളൊക്കെ അവിടെ ഇരിക്കുന്ന കാണാം. ചിലർ മുടന്തി നടക്കുന്ന കാണാം. അപ്പോൾ ഞാൻ അച്ഛനായതുകൊണ്ട് തന്നെ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ഇവർ കാണാതെ ബ്ലെസ് ചെയ്യും. ഇവരെ ബ്ലെസ് ചെയ്യും. നമ്മൾ ശവക്കോട്ടയൊക്കെ സിമിത്തിരിയുടെ വാതിൽ കൂടെ പോകുമ്പോൾ ബ്ലെസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യും. ഞാൻ ചിലപ്പം ആംഗ്യം പോലും എടുക്കത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഞാൻ മുമ്പോട്ട് പോകുമ്പം ഇവരെന്നെ കഴിഞ്ഞ് സ്പീഡിൽ പോകുന്ന കാണാം. അപ്പം ഞാൻ അവിടെ പ്രാർത്ഥിക്കണ്ടായിരുന്നു. കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത ഒരാൾ പോകുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പല പ്രാവശ്യം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത്, ഈ ഓരോ ദിവസം ഞാൻ പറഞ്ഞു, ഓരോ വിശുദ്ധരെ ഞാൻ സൂക്ഷിച്ച് വെച്ച് അവരോട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഓരോ നിയോഗങ്ങളുണ്ട്. അതിലൊരു നിയോഗമാണ് ഈ ജൂൺ 26-ാം തീയതി ആണ് എൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്. ഫ്രാൻസിൽ നിന്ന് തുടങ്ങി, ഫ്രാൻസിലെ സാൻ ജാൻ പിയർ ദ് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തും തുടങ്ങിയിട്ടാണ് മൗണ്ടൻ കയറി ഇറങ്ങിയ സ്പെയിനാണ്. പിന്നെ അവിടെ നിന്നാണ് സ്പെയിൻ നേരെ ക്രോസ് ചെയ്താണ് സാന്തിയാഗോ വരെ ചെല്ലുന്നത്. അപ്പോൾ ഈ 35 ദിവസത്തെ തീർത്ഥാടനം ശരിക്കും ഒരു 35 നിയോഗങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തേത് എൻ്റെ പൗരോഹിത്യത്തെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു. എനിക്കത് സംഭവിക്കുമോ, അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു മെയിൻ. അതാണ് ഈ യാത്രയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സീരിയസ് ആയ കാര്യമൊന്നുമല്ല, പക്ഷേ അതൊരു നിയോഗമായിട്ട് ഏറ്റെടുത്തുകൊണ്ടൊരു യാത്ര നടത്തി എന്ന് പറയാം. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് പല നിയോഗങ്ങളും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ഈ യാത്ര നടത്തുന്നു അറിഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും അല്ലെ ബന്ധുക്കളും അല്ലെ അങ്ങനെ എന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ എനിക്ക് ഒത്തിരി നിയോഗങ്ങൾ തന്നു. അപ്പോൾ അതിൽ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത്, അന്ന് ഈ ഭൂമിവാദമൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ നിയോഗം സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. അത് ജൂൺ 26-ആണ് ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ മൗണ്ടൻ 1600 മീറ്റർ ഉള്ള ഒരു മൗണ്ടൻ കയറി ഇറങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എൻ്റെ യാത്ര അവസാനിക്കും. പിന്നെ ഞാൻ കുളിച്ച് ആ ഡ്രസ്സ് ഇട്ട് തന്നെ കുളിച്ച് അതിനുശേഷം അടുത്ത ഡ്രസ്സ് എടുത്തിട്ട് കിടന്ന് വിശ്രമിച്ച് അടുത്തെവിടെയെങ്കിലും ഒരു പള്ളിയോ മഠമോ
എന്തെങ്കിലും ഉണ്ട് അവിടെ പോയി കുർബാന ചെല്ലാമെങ്കിൽ കുർബാന ചൊല്ലി, അല്ലെങ്കിൽ സായാഹ്ന നമസ്കാരങ്ങളിൽ പങ്കെടുത്ത്, ഇനി അതിനും സാധ്യതയില്ലെങ്കിൽ കൊന്ത ചെല്ലുവോ അങ്ങനെ ചൊല്ലി അങ്ങനെയാണ്. അതിനുശേഷം വൈകുന്നേരം അത്താഴം കഴിച്ചൊരു 7 മണി 8 മണിയോട് കിടക്കും. പിന്നെ ഡയറി എഴുതും എല്ലാ ദിവസവും. അപ്പം ഈ ആദ്യത്തെ ദിവസം നടന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യത്തെ ദിവസം ന്യൂസ് കാണുന്നത്. ഭൂമിവിവാദത്തെ തുടർന്നുണ്ടായ കേസും കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ആലഞ്ചേരി പിതാവിന് അനുകൂലമായിട്ട്, സഭയ്ക്ക് അനുകൂലമായിട്ട് ആദ്യത്തെ വിധി വരുന്ന ദിവസം ഈ 2019 ജൂൺ 26 26 25 ആ ദിവസമാണ്. എൻ്റെ ആദ്യത്തെ നിയോഗമാണ്. അതിൻ്റെ റിസൾട്ട് എനിക്ക് ആദ്യത്തെ ദിവസം കിട്ടുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിൽ തോന്നി എഴുതി വെച്ചതിന് റിസൾട്ട് കിട്ടി തുടങ്ങുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് അങ്ങനെ ഒത്തിരി, ഞാൻ ഈ പട്ടികളുടെ കേസ് പറഞ്ഞു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലെനിക്ക് ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാനിങ്ങനെ വൈകുന്നേരം അത്താഴം കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി തിരിച്ചു പോകുമ്പോൾ എന്നോട് 2 പിൽഗ്രിംസ് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിൻ്റെ പുറത്തിരുന്ന് ഭക്ഷണം. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ പിൽഗ്രിം ആണെന്ന് ചോദിക്കുന്നു. അതേന്ന് പറയുന്നു. അപ്പം ഒരാൾ ഒരു ഇറ്റലിക്കാരി ഒരു യുവതിയാണ്, മറ്റേ ആൾ സ്പെയിൻകാരൻ ഒരു യുവാവാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ്, അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് കാപ്പി കുടിച്ചു അത്താഴത്തിന് ശേഷം. അപ്പോൾ എന്നോട് നാളെ നമുക്ക് ഒരുമിച്ച് നടക്കാം, അപ്പോൾ നീ എങ്ങോട്ടാണ് നാളെ യാത്ര? അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഞാൻ ഇത്ര പോർട്ടോ മരീൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എൻ്റെ യാത്ര. അത്രയും ദൂരമുണ്ട്, 30 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ എന്നോട് ഞങ്ങളും അങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരുമിച്ച് യാത്ര തുടങ്ങി. അപ്പോൾ യാത്ര ഒരു 5-6 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മനസ്സിലായി ഈ സ്പെയിൻകാരൻ ഭയങ്കര സ്പീഡിൽ നടക്കും, ഞാനൊരു മീഡിയം സ്പീഡാണ്. ഇറ്റലിക്കാരത്തി ഒരു വളരെ സ്ലോ ആണ്. ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് തമാശയായിട്ട് പറയുന്നത്, പലരും ഡിവോഴ്സ് ആകുന്ന യാത്രക്കിടയ്ക്കാണ്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കിടന്നാൽ ഋതം 2 പേരുടെയും 2 ആയി കഴിയുമ്പം ഒരു ഡിവോഴ്സ് ആകാം. തിരിച്ചും ഒരേ ഋതത്തിലുള്ളവർ ഒരുമിച്ച് ചെയ്യാം. തമാശയായിട്ട് പറയുന്നതാണ്. അപ്പോൾ യാത്ര നമ്മുടെ അതിനെക്കുറിച്ച് പറയുന്നത് ഓരോരുത്തരുടെ ഋതം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വൈകുന്നേരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നിടത്ത് കണ്ടെത്താം എന്ന് പറഞ്ഞാണ് യാത്ര കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു, നമുക്കൊന്ന് അവിടെ വെച്ച് കാണാം, ഇന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ സ്പീഡിൽ പോയ സ്പെയിൻകാരൻ സ്പീഡിൽ പോയി, ഞാൻ എൻ്റെ ഋതത്തിൽ പോയി. ഇറ്റലിക്കാരത്തിൽ ഒരു ഉച്ചയോടടുത്തപ്പോൾ ഈ സ്പെയിൻകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പോർട്ടോ മരീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്, അതുകൊണ്ട് ഇവിടെ സത്രം കിട്ടത്തില്ല, ഇനിയൊരു സത്രം കിട്ടുന്ന 8 കിലോമീറ്റർ മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും മടുത്തു, ഉച്ചയാണ്, വെയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സാധ്യത, ഇവിടെ ഹോട്ടൽസ് ഉണ്ട്, 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്, അവിടെ പേയ്മെൻറ്റ് ഇച്ചിരി കൂടുതലാണ്, നീയും കൂടെ പകുതി ഷെയർ ഇടാമെങ്കിൽ നമുക്കതിടും. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, ഇനി 8 കിലോമീറ്റർ നടക്കാമെന്ന് പറയുന്നത് ദുരിതമാണ്. ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഇവൻ എനിക്ക് വേണ്ടി മുറിയെടുത്തു, എന്നെ വെയിറ്റ് ചെയ്തു, അഡ്രസ്സൊക്കെ അയച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ചെന്ന് വൈകുന്നേരം അവിടുത്തെ പള്ളിയിൽ 5 മണിക്ക് കുർബാനയുണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അത്താഴം കഴിക്കാൻ വേണ്ടി പോകാറായപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ചിന്ത വരുന്നു. അൽഫോൻസാമ്മയുടെ ഈ ധാന്യമണി പോലെ എന്ന് പറഞ്ഞ് സംവിധായകൻ ലാൽ ജോസ് എഴുതിയൊരു ഒരു CD ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആ പാട്ട് എങ്ങനെയോ എനിക്കത് ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടൻ അൽഫോൻസാമ്മയുടെ പ്രത്യേക ഭക്തിയൊക്കെ ഉള്ളതുകൊണ്ടും ചേട്ടൻ എനിക്ക് ഈ പാട്ട് തന്നത്. അപ്പോൾ ലാൽ ജോസിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വരികളൊക്കെ പ്രത്യേകമാണ്, നമ്മൾ സാധാരണ എഴുതുന്ന വരികൾ പോലല്ല. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര ആഗ്രഹം ഈ പാട്ട് കേൾക്കണം. അപ്പോൾ ഞാൻ ചേട്ടന് മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ധാന്യമണി പോലെ എന്നുള്ള കാസറ്റിലെ പാട്ടുകൾ മുഴുവൻ എനിക്ക് അയച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ അനിയനും മെസ്സേജ് അയച്ചു, കാരണം ആരാദ്യം കേൾക്കുന്നത് എത്രയും പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. 2 പേരും പെട്ടെന്ന് തന്നെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഈ സ്പെയിൻകാരനോട് പറഞ്ഞു, എനിക്ക് ഈ സിറ്റി നല്ല രസമാണ് കാണാൻ, എനിക്ക് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം, കാരണം ഈ ധാന്യമണി പോലെ എന്നൊക്കെ നമ്മൾ അവനോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കണം, അതുകൊണ്ട് നീ കിടന്നു, ഞാൻ ഫോട്ടോസ് എടുത്തിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു, ലേറ്റ് ആണല്ലേ. അപ്പോൾ അവൻ കിടന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും 7 മണി 8 മണിയാകുമ്പോൾ കിടക്കും ഞാൻ. പക്ഷേ അന്ന് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങി സിറ്റിക്കകത്തൂടെ മൊത്തം നടന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും എൻ്റെ ഇയർഫോൺ വെച്ച് ഞാൻ ഈ പാട്ട് മുഴുവൻ കേട്ടു. എല്ലാം കേട്ടൊരു 11 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ബെഡാണ്, ഒരു ഡബിൾ ബെഡാണ്. അപ്പം ഞാൻ വരുമ്പോൾ ഇവൻ അവിടെ കട്ടിലേ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ബെഡേ ഉള്ളൂ, ഡബിൾ ബെഡാണ്. മറ്റിനി സത്രം കിട്ടാൻ വേറെ സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ യാത്ര മുഴുവൻ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റാണ് യാത്ര പഠിപ്പിക്കുന്നത് മൊത്തം. കുറച്ച് ലഗേജുമായിട്ട് ജീവിതം മുമ്പോട്ട്. അപ്പം ഞാൻ ഇത് വന്നയോട്ടം തലവണ്ണ നടുക്ക് വെച്ചു, ഞങ്ങൾ 2ആയിട്ട് കിടന്നുറങ്ങി. രാവിലെ ഞാൻ ലേറ്റായിട്ട് കിടന്നത് കൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ട് നാളെ നടക്കാമെന്ന് വിചാരിച്ചു. അവൻ നേരത്തെ വന്നതുകൊണ്ട് അവന് 5 മണി കഴിഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോയേക്കുവാന്ന് പറഞ്ഞു, അവൻ പോയി. പിന്നെ ഞങ്ങളവനെ കണ്ടില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം ലേറ്റായിട്ട് ഞാൻ നടന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും തലേദിവസം കണ്ട് ഇറ്റലിക്കാർ ചേച്ചി സാധാരണ സമയത്ത് തന്നെ നടന്നുകൊണ്ടാകാം എന്നെ വഴി വെച്ച് കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു എന്നാ ഉണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഒരിടത്ത് താമസിച്ചു,
ഇങ്ങനെ വേറെ ഹോട്ടൽ കിട്ടാഞ്ഞുകൊണ്ട് അവിടെ അല്ല സത്രം കിട്ടാഞ്ഞുകൊണ്ട് ഈ ഹോട്ടലിൽ താമസിച്ചു. ഇങ്ങനെ അലമ്പായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ അലമ്പ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്ന കൊടുത്ത് പുള്ളിക്കാരത്ത് പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ അവൻ ഇങ്ങനെ ഒരു നേച്ചറുള്ള ആളാണ്, ശരി ഹോമോ ഇതാണ് എന്ന് പറഞ്ഞു. പുള്ളിയുടെ ഓറിയൻറ്റേഷൻ അല്പം മാറിക്കിടക്കുന്ന ആളാണ്, ഹോമോസെക്ഷലാണ്. അപ്പോൾ നിന്നെ അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നീ അവൻ്റെ കൂടെ പോയതെന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ സംസാരിച്ച് പറഞ്ഞില്ല, ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞതല്ലേ, ഇത് അവനെക്കുറിച്ച് അറിയാമെങ്കിൽ നിനക്ക് എന്നോട് പറയത്തില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പം നിനക്കത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാഞ്ഞെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു. എന്താണ് ഞാനിങ്ങനെ പുള്ളിക്കാരത്തോട് ഒത്തിരി ദേഷ്യപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. ഒന്നുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു സത്രത്തിലാണ് തങ്ങിയത്. അപ്പോൾ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട്, ഈ യാത്രയുടെ സകല പരിശുദ്ധി നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഡയറി എഴുതുവാണ്. എല്ലാ ദിവസവും ഡയറി എഴുതും. അപ്പോൾ ചില ദിവസം ഡയറി എഴുതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡയറിയുടെ ഹെഡിങ് കൂടെ എഴുതി വെച്ചേക്കും. ഇന്നത്തെ വിശുദ്ധൻ ആരാണ്, അല്ലെ ഡേറ്റ് എന്നാണ്, എങ്ങോട്ടാണ്, ഇവിടെ നിന്ന് എവിടെയാണെന്ന് അതും കൂടെ എഴുതി വെച്ചേക്കും. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അതിൻ്റെ ബാക്കി എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അന്ന് ഡയറി ഞാൻ എഴുതുമ്പോഴത്തേക്കും ആ ഡയറിയുടെ ഹെഡിങ് ആണ്, ഡേറ്റ് എഴുതി വെച്ചതിന് ശേഷം അന്നത്തെ എൻ്റെ വിശുദ്ധിയാണ് അൽഫോൻസാമ. അപ്പോൾ ഞാനത് ഓർത്തേയില്ല അന്നത്തെ ദിവസം. പക്ഷേ അൽഫോൻസാമയാണ് എന്നെ വൈകിട്ട് ഈ പാട്ട് കേൾപ്പിക്കാൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഈ പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കണമെന്ന് എൻ്റെ മനസ്സിൽ എങ്ങനെയോ അന്ന് ഞാൻ അൽഫോൻസാമയെക്കുറിച്ച് ഓർത്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്കന്ന് ആ പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നു. ഞാൻ പാട്ട് കേൾക്കുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. അന്നത്തെ എൻ്റെ ടൈം ടേബിൾ മുഴുവൻ മാറുകയാണ്. 7 മണിക്ക് കിടക്കുന്നതാണ്. അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് ഈ മാധ്യസ്ഥം വർക്കൗട്ട് ആകുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അൽഫോൻസാമയാണ് എന്നെ അന്ന് അതിൽ നിന്ന് രക്ഷിച്ചത്. പൈശാചിക ആക്രമണത്തിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. തീർച്ചയായിട്ടും അത് ഞാൻ ഈ ഡയറി എഴുതുമ്പോഴാണ് എൻ്റെ മനസ്സിൽ അയ്യോ ഇന്നത്തെ എൻ്റെ വിശുദ്ധ അൽഫോൻസാമയായിരുന്നല്ലോ, ചുമ്മാ അതല്ല ഈ പാട്ട് കേൾക്കാൻ ഓർമ്മിപ്പിക്കുന്നതും അതിലൂടെ അതിൽ നിന്ന് എന്നെ മാറ്റിയെന്നും ഒക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു പയ്യൻ മുടന്തി പോകുന്ന വഴിക്ക് അവനൊരു വടി കിട്ടുന്നു. വടി കിട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവനുമായിട്ട് നടന്നു പോകുന്നു. നടന്നു പോകുന്ന വഴിക്ക് അവൻ പറഞ്ഞു ഈ വടി കുത്തി വടി തേഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തേഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞ് ഒരു ബുഷ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ സ്റ്റാൻഡ് പോലത്തെ ഒരു ബുഷ് വഴി കിടക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴി കിടക്കും. അപ്പോൾ ആ ബുഷ് എടുത്ത് അവത്തെ കുത്തി. അപ്പോൾ ഇങ്ങനെ രസകരമായ ഒത്തിരി സംഭവങ്ങൾ ഈ യാത്രക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്.